സംസാരിക്കുന്നില്ല. ഈ അടുത്ത് മലയാള മനോരമ ഒരു പരമ്പരയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള കടന്നാക്രമണം കേരളത്തിൽ വലിയ ഊഴക്കം സൃഷ്ടിക്കപ്പെട്ട ഒരു ചർച്ചയായിട്ട്. ഉദാഹരണം, പൊതുസ്ഥലങ്ങളിലൊക്കെ സ്ത്രീകൾ പ്രത്യക്ഷപ്പെടുന്നതിന്റെ പേരിൽ സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ശാരീരികമായ കായികമായ കയ്യേറ്റങ്ങൾ, അതുപോലെ തന്നെ അപവാദ പ്രചരണങ്ങൾ, അതുപോലെ തന്നെ അശ്ലീല ചുവയുള്ള ഭാഷാ പ്രയോഗങ്ങൾ, അപകീർത്തിപ്പെടുത്തലുകൾ, ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ദൈനംദിനം സ്ത്രീകൾക്കെതിരെയുള്ള കടന്നാക്രമണത്തിന്റെയും ധാർമ്മികതയുടെ വേലിക്കെട്ടുകളെ തകർന്നിട്ടുള്ള അതിരൂക്ഷമായിരിക്കുന്ന അധാർമിക പ്രളയങ്ങളുടെയും കഥ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് കേരളത്തിൽ എന്നല്ല ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള ഒരു പത്രം മുഖ്യധാരയിലേക്ക് ഇറങ്ങി വന്നിട്ട് സ്ത്രീ എഴുത്തുകാരെ തന്നെ മുന്നിൽ നിർത്തിയിട്ട് ഓരോ നാടിന്റെയും മൂടുപടികളിലൂടെയും ഗ്രാമപ്രദേശങ്ങളിലൂടെയും സഞ്ചാരം നടത്തി അനുഭവേദ്യമായിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ പത്രക്കാര തൂലിക ധരിപ്പിച്ചിട്ട് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ആ പരമ്പരയുടെ 4ാമത്തെ ദിവസമാണ്. നമ്മുടെ സഹോദരിമാർക്ക് എതിരെ ട്രെയിനുകളിൽ നടക്കുന്ന, അതുപോലെ തന്നെ യാത്രാവേളയിൽ ബസ്സുകളിൽ നടക്കുന്ന, ബസ് സ്റ്റേഷനുകളിലും ബസ് സ്റ്റോപ്പുകളിലും ബസ് സ്റ്റാൻഡുകളിലും നടക്കുന്ന, റെയിൽവേ സ്റ്റേഷനുകളിലും അതുപോലെ തന്നെ ആശുപത്രി വരാന്തകളിലും ആശുപത്രിയുടെ പ്രാന്ത പ്രദേശങ്ങളിലും നടക്കുന്ന നീന്തകരമായിരിക്കുന്ന കയ്യേറ്റത്തിന്റെ വെളിപ്പാടുകൾ ഈ പത്രം നമ്മുടെ മുമ്പിലേക്ക് സമർപ്പണം നടത്തുകയുണ്ടായി. ഇതെല്ലാം എന്തുകൊണ്ടും നന്മയാണ്, ശ്ലാഘിക്കപ്പെടേണ്ട കാര്യവുമാണ്. ഈ പത്രത്തിന്റെ പിന്നിലെ അണിയറ ശില്പികൾ എന്തുകൊണ്ടും അതിന്റെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ പാത്രവുമാണ് അവരുടെ പ്രവർത്തനങ്ങൾ. പക്ഷേ ഇതിന്റെ എല്ലാം കൊടപിടിച്ച്, ഇതിന്റെ എല്ലാം മറപിടിച്ചിട്ട് സ്ത്രീ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മുഖാവരണം അണിഞ്ഞിട്ടുള്ള അക്രമമാണ് എന്ന് നമ്മൾ പലരും മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വൈകിയിട്ടുണ്ട്. ഈ 4 ദിവസം പത്രത്തിന്റെ ഈ പരമ്പര അവസാനിച്ചിട്ടില്ല. നാളെയും അത് തുടരുകയാണ്. ഇന്ന് മൊബൈൽ കണ്ണുകൾ സ്ത്രീക്ക് എതിരെ തക്കം പാർത്തിട്ട് വലിയ വലിയ മെഗാ പിക്സലുകളുള്ള വളരെ ക്ലാരിറ്റിയുള്ള സ്ക്രീൻ ഉപയോഗിച്ച്, ക്യാമറ ഉപയോഗിച്ച് ട്രെയിനുകളിലും ബസ്സുകളിലും നമ്മുടെ സ്ത്രീകളുടെ മാദകമായിരിക്കുന്ന ശരീരത്തിന്റെ ആകർഷണീയമായിരിക്കുന്ന രംഗവിശേഷങ്ങളെയും ശൈലിയാവിഷ്കാരങ്ങളെയും ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ട് ഇന്റർനെറ്റിലൂടെ സമർപ്പണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്റർനെറ്റ് ക്രൈം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ മുഖ്യ പ്രതിസ്ഥാനത്ത് നിർത്തപ്പെടേണ്ടത് പെണ്ണിനെയാണ് എന്ന് ഈ പത്രത്തിന്റെ അണിയറ ശില്പികളും മറന്നുപോയിരിക്കുകയാണ്. ഇപ്പോ ഇന്നലെ ഒരു പെണ്ണിന്റെ ഊർജ്ജസ്വലമായ അരങ്ങേറ്റാണ് ആ പത്രം നമ്മുടെ മുമ്പിൽ ഇന്ന് കൊണ്ടുവന്നത്. എന്താ, കൊച്ചിയിൽ തന്റെ ഓഫീസിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നതിന്റെ ഇടയിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ലൈംഗിക ചുവയുള്ള അധിക്ഷേപ സ്വരത്തിലുള്ള ഒരു വാക്ക് എന്നോട് പ്രയോഗിച്ച സമയത്ത് ഈ പെണ്ണ് ഈ ഡ്രൈവറുടെ കോളറിന് പിടിച്ചിട്ട് നേരെ പൊക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എടുത്തു. അതുകൊണ്ട് ഈ പെണ്ണിന് ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കണം. മിനിയാന്ന് വേറൊരു വാർത്ത കേൾക്കുന്നത്, ബസ് സ്റ്റോപ്പിൽ ഈ പെണ്ണിങ്ങനെ ബസ് ഇറങ്ങി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ വണ്ടി കാത്തിട്ടുള്ള സമയത്ത് വേറെ ഇടത്തെയോ ആളുകൾ വന്നാണ്ട് ഈ പെണ്ണിനോട് കമാൻഡ് അടിച്ചു. അതിൽ ഒരു സദാചാര പോലീസിന്റെ വേഷം കെട്ടിയിട്ട് ഒരാൾ വന്നാണ്ട് പെണ്ണിനോട് പറഞ്ഞു, ഈ നട്ടപ്പാതിരക്കൊക്കെ പെങ്ങളെ ആളുകളെ ആകർഷിപ്പിക്കുന്ന ഈ വേഷം ധരിച്ചിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുമോ? അതുപോലും കുറ്റകരമായി പോയി. ആ കമാൻഡ് പറഞ്ഞ ആള് പോലും ഇന്ന് പ്രതിസ്ഥാനത്ത് ഒന്നാം പ്രതിയാ. ഇവിടെ പെണ്ണൊന്നുമല്ല, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെ പെണ്ണെപ്പോഴും നിരപരാധിയാണ്. അവളെ എങ്ങനെ കയറൂരി ഇവിടെ? അവൾക്ക് ഏത് നട്ടപ്പാതിരിക്കും രാത്രിയും പകലും ഭേദമന്യേ എവിടെ യാത്ര ചെയ്യാം, ആര് ബൈക്കിന്റെ പിന്നിലും അവർക്ക് യാത്ര ചെയ്യാം. അന്യപുരുഷനെ ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള അട്രാക്റ്റീവായിരിക്കുന്ന ഭാഷ, അട്രാക്റ്റീവായിരിക്കുന്ന ഡ്രസ്സിങ്, അട്രാക്റ്റീവായിരിക്കുന്ന ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ ഓൾക്ക് പ്രകടിപ്പിക്കുക. അതിനൊന്നും കുഴപ്പമില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരെ ആലോചിക്കേണ്ടതുണ്ട്, ഇസ്ലാം ഒരു പെണ്ണിനെ ഔറത്ത് വെച്ചിട്ടുണ്ട്. ഒരു പെണ്ണിന്റെ ഔറത്ത് 4 മേഖലയിൽ 4 എന്ന് പഠിപ്പിക്കുന്ന മക്കൾ ഇസ്ലാം. ആ ഇസ്ലാമിന്റെ മുറ്റത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഇസ്ലാം പെണ്ണിനെ കൽപ്പിച്ചു, നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ നിന്റെ ശരീരം മുഴുവൻ നിനക്ക് പ്രദർശിപ്പിക്കാം. എന്തേ? അവിടെ പെണ്ണിന് ഔറത്തില്ലേ? അവിടെ പെണ്ണിന് മറവേണ്ടേ? അവിടെ പെണ്ണിന് ചാരിത്രമല്ലേ? ഏതോ ദിക്കിൽ കിടക്കുന്ന അന്യപുരുഷനും ഏതോ ദിക്കിൽ കിടക്കുന്ന അന്യ സ്ത്രീയും തമ്മിൽ മഹല്ലത്തിലെ ഖാദിയുടെ മുമ്പിൽ വന്നിട്ട് ഒരു വലിയുടെയും ഷാഹിദ് 2 സാക്ഷികളുടെയും നേതൃത്വത്തിൽ എന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്നതിലൂടെ പിന്നെ ആ നിക്കാഹ് കഴിഞ്ഞ് അന്ന് രാത്രി അവർ പോയിട്ട് ശയ്യ പങ്കിടുകയാണെങ്കിൽ അതിനെപ്പറ്റി നമ്മുടെ മതം പറയുന്നത് പരിശുദ്ധ ബന്ധം.
പരിശുദ്ധ ബന്ധം. എന്നാൽ ഏതോ അറിയാത്ത മുറച്ചെറുക്കന്റെ കൂടെ, ഏതോ അറിയാത്ത ചെറുക്കന്റെ കൂടെ ഏതോ ഒരു പെൺകുട്ടി ബൈക്കിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിനെപ്പറ്റി ഒരു നാട് മുഴുവൻ വിളിക്കുന്നത് അവിശുദ്ധ ബന്ധം. എന്തേ? ഇവിടെ പരിശുദ്ധിയും പരിശുദ്ധിയില്ലായ്മയും കാത്തു സൂക്ഷിച്ചത് ഇസ്ലാമിന്റെ നിക്കാഹ് എന്ന് പറയുന്ന ഒരു കർമ്മമാണ്. പിന്നെ അവരെ പറ്റി അന്യ പെണ്ണ് അന്യ പുരുഷൻ എന്നല്ല, ഭാര്യ ഭർത്താവ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ശരീരം മാത്രമല്ല നമ്മൾ പങ്കുവെക്കുന്നത്, ഭാര്യ ഭർത്താവിന്റെ ശരീര സമർപ്പണം മാത്രമാണ് നടത്തുന്നത് എന്ന് പറയുന്ന മതമല്ല ഇസ്ലാം. ആ ഭാര്യ മരിച്ചുപോയാൽ ഭാര്യയുടെ സ്വത്തിന്റെ അംശം ഭർത്താവിന്, ഭർത്താവ് മരിച്ചുപോയാൽ ഭാര്യയ്ക്ക് സ്വത്ത് പോലും പാരസ്പര്യ ബന്ധത്തിന്റെ രൂഢമൂലമായ പരസ്പര ബന്ധമാണ് നമ്മളോട് വിളംബരം ചെയ്യുന്നത്. അതാണ് ഇസ്ലാം. ആ ഭർത്താവിന്റെ മുമ്പിൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഔറത്തില്ല. ഒരു പെണ്ണിന് ഭർത്താവിന്റെ മുമ്പിൽ ഒന്നും ഔറത്തായിട്ടില്ല, അവൾക്കെല്ലാം പ്രദർശിപ്പിക്കാം. അവിടെ ആലോചിക്കണം. എന്നാൽ ആ പെണ്ണ് തന്നെ കുറച്ചുകൂടി കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ട് ഉമ്മാന്റെ മുമ്പക്ക് വരുമ്പോ, പാപ്പാന്റെ മുമ്പക്ക് വരുമ്പോ, ആങ്ങളന്റെ മുമ്പക്ക് വരുമ്പോ, ജ്യേഷ്ഠത്തിന്റെ അനിയത്തിന്റെ മുമ്പിലേക്ക് വരുമ്പോ, രക്തബന്ധത്തിൽ പറഞ്ഞ മഹരമായിരിക്കുന്ന വിവാഹം, പരിശുദ്ധമായ വിവാഹം നിഷേധിക്കപ്പെട്ട ഹറാമായിരിക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് വരുമ്പോ ഇവരുടെ ഔറത്ത് വീണ്ടും മാറി. അതിന്റെ ശൈലി അത് മുട്ടുപൊക്കളിന്റെ ഇടയിലുണ്ടായി. ഉദാഹരണങ്ങളുടെ മുമ്പിലും, പെങ്ങളുടെ മുമ്പിലും, മാതാവിന്റെ മുമ്പിലും, പിതാവിന്റെ മുമ്പിലും അതേ പെണ്ണിന്റെ ഔറത്തിനെ എന്റെ മുട്ടുപൊക്കളിന്റെ ഇടയിലാണ് നിന്റെ ഔറത്ത് ഇവർക്കിടയിൽ എന്ന് ഇസ്ലാം അതേ പെണ്ണിനോട് പറഞ്ഞത്. ആ പെണ്ണ് തന്നെ മൂന്നാമതൊരു സ്റ്റെപ്പ് കൂടി കടന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വുളൂ എടുത്തിട്ട് നമസ്കാരത്തിന് വേണ്ടി കടന്നു പോകുമ്പോ, മോളെ പെങ്ങളെ, നിന്റെ തമ്പുരാന്റെ മുമ്പിൽ നിന്റെ ഔറത്ത് മൂങ്കയും മുഖവും ഒഴിച്ചിട്ടുള്ള പാകിസ്ഥാൻ. ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് മുഖം. ആ മുഖം തുറന്നിടാൻ പോലും റബ്ബിനോട് നീ പ്രാർത്ഥനയും റബ്ബിനോട് നീ പിന്നെ നിന്റെ സംഭാഷണവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നിസ്കാരം എന്ന വേളയിൽ നിനക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. മൂന്നാമതും ഒരു പെണ്ണിന്റെ ഔറത്തിന്റെ ആവിഷ്കാരം മാറി. നാലാമതൊരു പെണ്ണിന്റെ ഔറത്ത് അന്യപുരുഷന്റെ മുമ്പിലാണ്. അന്യപുരുഷന്റെ മുമ്പിൽ അതാരാവട്ടെ, അന്യനാണോ അജ്നബി എന്ന പദം അവനുണ്ടോ, അന്യനാണോ അവൻ എന്നാൽ അവൾ മുഴുവൻ ഔറത്താണ്. അവൾ മുഴുവൻ ഔറത്ത്. നേരെ ഭർത്താവിന്റെ ഓപ്പോസിറ്റാണ് അന്യപുരുഷൻ. അത് ഭർത്താവിന്റെ ഫ്രണ്ട് ആയാലും ഭർത്താവിന്റെ നൈബർ ആയാലും. ആലോചിച്ചോ, ഒരു പെണ്ണ് മുഴുവൻ ഔറത്തായി അന്യപുരുഷന്റെ എന്ന് പഠിപ്പിക്കുന്ന മതം. ആ മതത്തിന്റെ ചട്ടക്കൂട്ടിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി ഏതെങ്കിലും രീതിയിൽ പീഡനത്തിന് ഇരയാവുകയാണെങ്കിൽ അവൾ ധരിച്ച വേഷം, അവളുടെ സർക്കംസ്റ്റാൻസ്, അവളുടെ സിറ്റുവേഷൻ എല്ലാം കൂടി ഇസ്ലാമിന്റെ ബൈലോ കാത്തു സൂക്ഷിച്ചിട്ടാ പോയതെങ്കിൽ പുരുഷനെ ഒന്നാമത്തെ പ്രതിസ്ഥാനത്ത് നിർത്താം. അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും പെണ്ണാണ് പ്രതി. ഏതെങ്കിലും നിയമപാലകരാകാരും ശ്രദ്ധിക്കണ്ടോ? ഇപ്പൊ പെണ്ണിനെതിരെ കമാൻഡ് അടിച്ച പുരുഷൻ സദാചാര പോലീസ് ചമഞ്ഞു വന്നതാ. എന്താ പെണ്ണെ രാത്രി നേരത്തെയും ആകർഷണീയമായ വേഷം ധരിച്ചിട്ട് അന്യപുരുഷന്മാരുടെ മുമ്പിൽ നീ നിൽക്കുന്നതെന്ന് പറയുമ്പോ ആ പെണ്ണ് ആ പുരുഷന്റെ കോളർ പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാം. അവനെ ഒന്നാമത് അവനെതിരെ എഫ്ഐആർ ആയി തരും. പിന്നെ ജാമ്യമില്ല, പിന്നെ വകുപ്പില്ല. ഈ പെണ്ണോ ഒരു സ്വൈരവിഹാരം നടത്താൻ ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റും? എന്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണിന് സ്വാതന്ത്ര്യം ഇസ്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ മനോരമ പ്രസിദ്ധീകരിച്ച ഈ ഒരു പങ്ക്തി പരമ്പര തീരുമ്പോഴേക്ക് നമ്മുടെ പെങ്ങന്മാരൊക്കെ കായിക ശക്തി ഒന്നുകൂടി കൂടും. കാരണം ഏത് കോന്തന്റെ കോളർ കുടിച്ചാലുള്ള ഒരു ധൈര്യമാണ് ഈ പരമ്പര പോകുന്നു കൊടുക്കുന്നത്. ശരിയാണ്, വളരെ ശരിയാണ്. ആ രീതിയിൽ കൊണ്ടിന് ധൈര്യം കൊടുക്കാനൊന്നും നമ്മളെ മാത്രമല്ല ഏത് മതം പറയുന്നില്ല. പിതാരക്ഷിത കൗമാര, ഭർത്തൃരക്ഷിത യൗവന, പുത്രാരക്ഷിത വാർദ്ധക്യ, നസ്ത്രീ സ്വാതന്ത്ര്യം വർദ്ധനി. പെണ്ണിന് ഓരോ മതത്തെ, ഹൈന്ദവ മതത്തിന്റെ വിശ്വാസം സംസ്കൃത ശ്ലോകത്തിൽ പറയുന്നുണ്ടല്ലോ, അവളുടെ സംരക്ഷണം പിതാവിന്റെ കയ്യിലാണ് ചെറിയ കുട്ടിയാകുമ്പോ. അത് ഹൈന്ദവ വിശ്വാസം. ഭർത്തൃരക്ഷിത യൗവന, അവൾ യുവതിയാകുമ്പോ ഭർത്താവിന്റെ സംരക്ഷണത്തിന് വേറെ പുറത്തേക്ക് പോട്ടേണല്ലോ. പുത്രാരക്ഷിത വാർദ്ധക്യ, അവൾ വൃദ്ധയാകുമ്പോ പുത്രന്മാരുടെ സംരക്ഷണത്തിലാണ്. നസ്ത്രീ സ്വാതന്ത്ര്യം വർദ്ധനി, ഇതില്ലെങ്കിൽ പെണ്ണിന് സ്വാതന്ത്ര്യമില്ല എന്ന് ഹൈന്ദവ മതം. പിന്നെ ഏത് മതമാണ് ഇതിനെ തിരസ്കരിക്കുന്നത്? ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പറയുന്നത് മൂന്നനുഗ്രഹം. ഒന്ന്, ആവാസയോഗ്യമായിരിക്കുന്ന സൗകര്യപ്രദമായ ഒരു കെട്ടിടം, ഒരു വീട്, ഒരു കിടപ്പാടം. പുരുഷന് ഇസ്ലാം കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ രണ്ടാമത്തെ അനുഗ്രഹം സഞ്ചാരയോഗ്യമായിരിക്കുന്ന വാഹനമാണ്. മൂന്നാമത്തെ അനുഗ്രഹം സച്ചരിതയായിരിക്കുന്ന ഒരു ഭാര്യയാണ്. നിങ്ങൾ പഠിപ്പിച്ചത് എന്തിനാണ് വാഹനം, എന്തിനാണ് വീട് എന്ന ആദ്യം പറഞ്ഞ വീടും, രണ്ടാമത് പറഞ്ഞ വാഹനവും, മൂന്നാമത് പറഞ്ഞ പെണ്ണിന്റെ സംരക്ഷണത്തിനാണ്.
നമ്മൾ ആലോചിക്കേണ്ടതിന്റെ ഒരു പെണ്ണിനെ ബസ്സിൽ ലോക്കലായിട്ട് കൊണ്ടുപോകാൻ വാഹനമുണ്ടായിട്ട് പോലും കഴിഞ്ഞ ആൾ തുനിഞ്ഞു കഴിഞ്ഞാൽ അവൻ പെണ്ണിന്റെ ശരീരത്തോട് അനീതി ചെയ്തവനാണ്. സാഹചര്യത്തിന്റെ പേരിൽ ഇങ്ങനെ ആളുകൾക്ക് സംഭവിക്കൂല, അല്ലെങ്കിൽ നടന്നോളന്നില്ല. പക്ഷെ ഇസ്ലാം പറഞ്ഞു, ഒരു പുരുഷനായ മനുഷ്യന്റെ അനുഗ്രഹം ഒന്ന് ആവാസയോഗ്യമായ വീട്, രണ്ട് സൗകര്യപ്രദമായ വാഹനം, മൂന്ന് പെണ്ണ്. എന്നാൽ മൂന്നാമത് പറഞ്ഞ പെണ്ണിന്റെ സംരക്ഷണത്തിന് ആദ്യം പറഞ്ഞ രണ്ടെണ്ണം. എന്തിനാണത്? ഒരു പെണ്ണിന്റെ ഹിജാബ് കാത്തു സൂക്ഷിച്ചിട്ട് ഒരു പെണ്ണിനെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകാൻ, ഒരു പെണ്ണിനെ അത്യാവശ്യമായിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വാഹനങ്ങൾ. അവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ മദീന മുനവ്വറയുടെ മല്ലാരണ്യത്തിലൂടെ നടക്കുകയാണ്. ഒട്ടകക്കട്ടിലിന്റെ ഡ്രൈവർ അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഒട്ടകക്കട്ടിലിന് വേഗത കുറവാണ്. അല്ലാഹുവിന്റെ റസൂല് മദീന മുനവ്വറയിലെ ഞങ്ങളുടെ മൂക്കിന്റെ ചുവട്ടിലൂടെ എന്നും ഒട്ടകത്തെ ഓടിക്കുന്ന മനുഷ്യനാണ് അന്ന്. എന്തേ ഇന്ന് ഇത്ര വാഹനത്തിന് വേഗത കുറഞ്ഞുപോയി? അപ്പോഴാണ് ഒട്ടകക്കട്ടിലിന്റെ കർട്ടനിട്ട ഭാഗം അല്ലാഹുവിന്റെ റസൂല് കാണിച്ചു കൊടുത്തിട്ട് പറയാം, ഈ ഹിജാബിന്റെ ഉള്ളിൽ മരതകമാണ്, മാണിക്യമാണ് എന്റെ പെണ്ണ് ആയിഷ. അപ്പോൾ പെണ്ണിന് യാത്രാ സ്വാതന്ത്ര്യം ഇല്ലാന്നല്ല ഇസ്ലാം പറയുന്നത്. യാത്ര കൊടുക്കുന്നുണ്ടെങ്കിൽ ചില റെസ്ട്രിക്ഷൻസ് യാത്രയുടെ ഉള്ളിൽ ഇസ്ലാം കൊടുക്കുന്നുണ്ട്. കണ്ടല്ല, യാതൊരു വിട്ടുവീഴ്ച അതിന് മതം കൊടുക്കുന്നില്ലല്ലോ. അന്യ പുരുഷന്റെ മുമ്പിൽ നിന്റെ ഹിജാബ് നീയാണ്, നിന്റെ ഔറത്ത് നീ മുഴുവനാണ്. അവിടെ ഒരു വിരൽ തുമ്പ് പോലും പെണ്ണ് പ്രദർശിപ്പിക്കാൻ പാടില്ല. പിന്നെ സയൻസും സൈക്കോളജിയും നമ്മുടെ മുമ്പിൽ പറയുന്നുണ്ട്, പുരുഷന്റെ വികാരത്തിന്റെ ന്യൂക്ക് ആൻഡ് കോൺ, അതുപോലെ തന്നെ സ്ത്രീയുടെ വികാരത്തിന്റെ ദിശ. അത് രണ്ടാണ്. ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, രണ്ടാണ്. പുരുഷ വികാരം ഉണർത്തപ്പെടുന്നത് കാഴ്ചയിലൂടെയാണ് എന്ന് സയൻസാണ് പറയുന്നത്. സ്ത്രീ വികാരം ഉണർത്തപ്പെടുന്നത് ശയ്യയിലൂടെയാണ്, സ്പർശനത്തിലൂടെയാണ് എന്ന് ശാസ്ത്രമാണ് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഈ പുരുഷന്റെ മുമ്പിലൂടെ കാഴ്ച കൊണ്ട് വികാരം ഉണർത്തപ്പെടുന്ന, പ്രപഞ്ചത്തിന്റെ താളം പോലെ ജീവിയായിരിക്കുന്ന പുരുഷന്റെ മുമ്പിലൂടെ കാഴ്ച കൊണ്ടല്ല വേഴ്ച കൊണ്ട് മാത്രം വികാരം ഉണർത്തപ്പെടുന്ന പെണ്ണ് ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ ആ പെണ്ണിനെതിരെ വരുന്ന കമന്ററികളുടെ പ്രതിസ്ഥാനത്ത് ഒന്നാം പ്രതി പെണ്ണ് തന്നെയാണ്. യാതൊരു സംശയമില്ല. അത് അക്കമിട്ടിട്ട് മുസ്ലിം പറഞ്ഞു കൊടുക്കണം. അങ്ങാടിയിൽ പോയിട്ട് അവിടെ ആണെന്ന് പറയാം, അവിടെ നട്ടല്ലെന്ന് പറയാം. ആദ്യം നമ്മുടെ നട്ടല് മടക്കി കിടക്കുക, പിന്നെ എങ്ങനെ പെണ്ണിന്റെ രക്ഷ തിരിച്ചു കിട്ടും? അവിടെയാണ് ഇസ്ലാം പറഞ്ഞത്, ആ പെണ്ണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ പിശാചിന്റെ കണ്ണ് അവരുടെ പിന്നിലാണ്. ഏറ്റവും അവൾ തഖ്വയുള്ളവനായി സംരക്ഷിക്കപ്പെട്ടവളായിട്ട് നിൽക്കുന്നത് എപ്പോഴാണ്? അവൾ അവളുടെ വീട്ടിന്റെ അകത്തളം വീട്ടിന്റെ 4 കെട്ടിൽ അവൾ ഒതുങ്ങി നിൽക്കുമ്പോഴാണ് അള്ളാന്റെ സംരക്ഷണം അവൾക്ക് കിട്ടുന്നത്. വീട് വിട്ട് പുറത്തിറങ്ങുമ്പോ പിശാചിന്റെ കണ്ണാണ് അവൾക്ക് പിന്നിലുള്ളത്.